ഹലോ എവരി വൺ വെൽക്കം ഓൾ ഓഫ് യു ടു എക്സാം. ഇന്നത്തെ ഈ ഒരു സെഷൻ മുതൽ നമ്മൾ പുതിയൊരു ഇവന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ നോർമൽ ടോപ്പിക്സ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻസിന് മോസ്റ്റ് ഓഫ് ദ ടൈം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. +1 ആൻഡ് +2 ഫിസിക്സ്. അത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ആ കൺഫ്യൂഷനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ ആ ടോപ്പിക്സിനെ സമഗ്രമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്കൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എ സി കറണ്ട് എന്ന ചാപ്റ്ററിലെ നിങ്ങൾക്ക് മാക്സിമം മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എക്സാം ഹാളിൽ ഈ ഒരു പാർട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തത് ലീഡിങ്, രണ്ടാമത്തത് ലാഗിങ്. ഈ രണ്ട് പേരുകളാണ് നിങ്ങൾക്ക് എപ്പോഴും എത്ര പഠിച്ചിട്ടും എല്ലാവരും എന്നല്ല ചില മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എത്ര പഠിച്ചാലും മറന്നു പോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷന് ശേഷം ഐ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇതിനെ മറക്കില്ല. ഇനി എക്സാമിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ലാഗ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഇനി ഈ ഒരു സെഷന് ശേഷം മറക്കില്ല. ഓക്കെ. അതിനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇതിന്റെ ലോജിക് കൂടുതലായിട്ട് ആലോചിക്കുക എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇങ്ങനെ പെട്ടെന്ന് കൺഫ്യൂസിങ് ആവാതെ റീകോൾ ചെയ്യാന്നുള്ളൊരു കാര്യത്തിലായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു മോഡലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ. സോ നിങ്ങൾ ലീഡിങ്, ലാഗിങ് ഈ ഒരു 2 വേർഡ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ 3 കമ്പോണൻസ് ആണുള്ളത് അല്ലേ? ഈ ചാപ്റ്ററിലുടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 3 കമ്പോണൻസ്. അതിലൊന്ന് എസി ത്രൂ എ റെസിസ്റ്റർ, രണ്ടാമത്തെ എന്താണ് എസി ത്രൂ എ കപ്പാസിറ്റർ, മൂന്നാമത്തെ എന്താണ് എസി ത്രൂ ആൻ ഇൻഡക്ടർ. ഈ 3 ആൾക്കാരാണ് നമുക്കുള്ളത്. ആ റെസിസ്റ്റൻസിന് ആർ എന്ന് പറയും, കപ്പാസിറ്റർ സി എന്ന് പറയും, ഇൻഡക്ടറിന് എൽ എന്ന് പറയും. അവസാനം എല്ലാവരും ഒറ്റക്കൊറ്റക്ക് വാടാ എന്ന് പറയുന്നതിന് പകരം മൂന്നെണ്ണം ഒരുമിച്ച് വന്ന് ഒരു LCR എന്നൊക്കെ പറയുന്നത് റൈറ്റ് പറയുന്നുണ്ട്. LCR സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ നമ്മൾ നോർമൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് വരാം. സോ ഞാൻ തൽക്കാലം ഈ റെസിസ്റ്റർ എന്നുള്ള കാര്യത്തിന് നമ്മളൊന്ന് മാറ്റി നിർത്തുമായിരുന്നു. കാരണം വെച്ചാൽ അത് വലിയൊരു ഏഹ്, എന്താ പറയുക കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് വരുന്നില്ല. റെസിസ്റ്ററിൽ നമുക്കറിയാം എന്താ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ്. കറണ്ട് വോൾട്ടേജ് ഞാൻ രണ്ട് ടേം കൂടെ പറഞ്ഞു. ആരാ ലീഡ് ചെയ്യുന്നു ആരാ ലാഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ആൾക്കാരുണ്ടല്ലേ. ഒന്ന് കറണ്ട്, ഞാൻ ഐ എന്ന് മാത്രം പറയുന്നു. പോട്ടെ, ഐ എന്നുള്ള ഞാൻ കറണ്ട് തന്നെ എഴുതാം. സോ കറണ്ട് ഒന്നാമത്തെ ഒരാള്, പിന്നെ രണ്ടാമത്തെ ആളാരാ വോൾട്ടേജ്. ഈ ഒരു രണ്ട് ടേംസും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണെന്ന് പറയും. എന്താണ് ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ? അല്ലേ, കൈയും കൈയും പിടിച്ച് നടക്കും. ഒരാളിങ്ങോട്ട് കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വോൾട്ടേജും അവൻ്റെ കൂടെ തന്നെ പോകും. അതുകൊണ്ട് ആര് ലീഡ് ചെയ്യുന്നു ആര് ലേഗ് ചെയ്യുന്നു എന്നുള്ളത് ഈ റെസിസ്റ്ററിന്റെ കേസിൽ ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ റെസിസ്റ്ററിനെ അവിടെ മാറ്റി നിർത്തുന്നത്. ഇനി അവനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടാൾക്കാരാണ് ഈ കപ്പാസിറ്റർ സി, ഇൻഡക്ടർ എൽ. ഓക്കെ. ഇതിന്റെ എന്താ പറയാ കൂടുതൽ ഡീപ്പറായിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ പോകുന്നില്ല. നിങ്ങളെ കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ള എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം. സോ നമുക്ക് ഈ സർക്യൂട്ട് ഒന്നും വരക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനൊരു റഫായിട്ട് ജസ്റ്റ് വരക്കാം അല്ലേ. ഇതാണ് കപ്പാസിറ്റർ, ഇതിനൊരു AC സോഴ്സ് ഇങ്ങനെ നമ്മൾ വരക്കും അല്ലേ. ഒരു AC കപ്പാസിറ്ററിൽ കണക്ട് ചെയ്താൽ എന്തായി? ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് നമ്മൾ പറയും. കപ്പാസിറ്റർ മാത്രം ഉള്ള സർക്യൂട്ട് എന്നാണ് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ട്? AC വോൾട്ടേജ് ഉണ്ട്, AC കറണ്ടും ഉണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഗതിയിലേക്ക് വരുന്നത്. എന്താണ്? കറണ്ട്, വോൾട്ടേജ്. ഞാനിവിടെ ഇപ്പോഴും കണ്ടോ, ഇവിടെയാണ് നിങ്ങളുടെ പോയിന്റ് വരുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ കപ്പാസിറ്റർ എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുക. ഇനി മലയാളത്തിലാണെങ്കിലും കപ്പാസിറ്റർ എന്ന് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. നോക്കാം, രണ്ടാൾക്കാർ, കറണ്ട്, വോൾട്ടേജ്, ലീഡിങ്, ലാഗിങ്.
ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ് റൂം എടുത്തു നോക്കിയാൽ ക്ലാസ് റൂമിൽ ഭയങ്കര ബഹളാ. അന്നേരം ഇപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം ചോദിക്കുക എന്താ, ആരാടാ നിങ്ങളുടെ ലീഡർ എന്നല്ലേ ചോദിക്കുക. അപ്പം നോക്കേ, നിങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ വന്നു, ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ആരാണ് നിങ്ങളുടെ ലീഡർ, ആരാണ് ലീഡർ. അപ്പൊ ആദ്യം ആരെയാ കൺസിഡർ ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്ന ആളെയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയും അതേ പ്രിൻസിപ്പൾ ഒന്ന് കൊണ്ടുവന്ന്, അപ്പൊ ലീഡ് ചെയ്യുന്ന ആളെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. കപ്പാസിറ്ററിൽ നമ്മൾ തുടങ്ങി, കപ്പാസിറ്ററിൽ നമ്മൾ തുടങ്ങി ലീഡ് ചെയ്യുന്ന ആളെ ആദ്യം കൺസിഡർ ചെയ്തു. അപ്പൊ ആരാ ലീഡ് ചെയ്യുന്ന ആള്? ഇവിടെയല്ലേ നിങ്ങളെ കൺഫ്യൂഷൻ. കറണ്ട് ആണോ ലീഡ് ചെയ്യുക, വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുക? ഒന്ന് നോക്കിയാട്ടെടാ, കപ്പാസിറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഏത് സൗണ്ടാ യൂസ് ചെയ്യുക? ക, അല്ലേ? കറണ്ടിൽ ആദ്യം എന്തുണ്ട്? ക. സോ നിങ്ങൾ നോക്കിയാട്ടെ, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആദ്യം നമ്മൾ ലീഡ് ചെയ്യുന്ന ആളെ നോക്കാം, രണ്ടാമത് മാത്രമേ നമ്മൾ മടിയന്മാരെ നോക്കാൻ പാടുള്ളൂ. കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ലീഡ് ചെയ്യുന്നത് ആരെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. കറണ്ട് ആണോ വോൾട്ടേജ് ആണോ? അപ്പം നമ്മൾ സൗണ്ട് നോക്കും. കപ്പാസിറ്റർ ആദ്യം ക ആണ്. ക. സോ കറണ്ട് ഫോർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കുക. സോ കറണ്ട് ഫോർ കറണ്ട് ഫോർ കപ്പാസിറ്റർ, കറണ്ട് ഫോർ കപ്പാസിറ്റർ. നിങ്ങളതായിട്ടുള്ള നിമോണിക്സ് ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെ ജസ്റ്റ് അല്ല, നിമോണിക്സ് ആലോചിച്ച്, നിമോണിക്സ് മീൻസ് ഈ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കറണ്ട് ഫോർ കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും എന്ന് നിങ്ങൾ പഠിച്ചാട്ട്. ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾ ഇനി തലപൊണ്ണാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. അപ്പൊ ആരാടാ ലാഗ് ചെയ്യുന്നത്? അല്ലേ? കറണ്ടും വോൾട്ടേജേ ഉള്ളൂ. ഒരാൾ ലീഡ് ചെയ്തു ഓൾറെഡി, അപ്പം വോൾട്ടേജ് ലാഗ് ചെയ്യും, അല്ലേ? ഇനി അവിടെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്. എത്ര ഫേസ് ഡിഫറൻസിൽ അല്ലെങ്കിൽ എത്ര ഫേസിലാണ് ലീഡ് ചെയ്യുക? അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് 5/2 ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ 5/2 റേഡിയൻ ഓഫ് 90 ഡിഗ്രി. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എൻ്റെ കൂടെ പറയൂ. കപ്പാസിറ്റർ ഉണ്ട്, അതിൽ ആദ്യം ലീഡ് ചെയ്യുന്നത് ആരാണ്? ലീഡർ ആരാണെന്ന് ആദ്യം നോക്കും. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് 5/2. ഇതേ കാര്യങ്ങൾ ഇനി നമുക്ക് ഇൻഡക്ടറും ഇനി നമ്മൾ പഠിക്കാതെ തന്നെ നമ്മൾ മീൻസ് ജസ്റ്റ് നമുക്ക് ഇതുപോലെ പറഞ്ഞൂടെ, അല്ലേ? ഇൻഡക്ടറിന്റെ കേസ് എന്തായിരിക്കും, അല്ലേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കപ്പാസിറ്റർ മാറ്റി ഇൻഡക്ടർ വെച്ചാൽ ഇവിടെ എന്ത് സംഭവിച്ചു? പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടായി, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടായി. സോ ഇൻഡക്ടറിൽ ആര് ലീഡ് ചെയ്യും, ആര് ലാഗ് ചെയ്യും? ആര് ലാഗ് ചെയ്യും, ആര് ലീഡ് ചെയ്യും എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാ? ആദ്യം ക്ലാസ്സിൽ വന്നാൽ ടീച്ചർ ചോദിക്കുന്നത് ആരാണ്? ലീഡർ ആരാടാ എന്നാണ് ചോദിക്കുക, അല്ലേ? ഇൻഡക്ടറിൽ ലീഡ് ചെയ്യുന്നത് ആരാ? ഓപ്പോസിറ്റ് പിടിക്കൂ, അല്ലേ? ഇൻഡക്ടറിൽ ലീഡ് ചെയ്യുന്നത് വോൾട്ടേജും ലാഗ് ചെയ്യുന്നത് കറണ്ടുമാണ്. ബൈ എ ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ ഒരു മാറ്റവും ഇല്ല. ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് 5/2 റേഡിയൻ ഓർ 90 ഡിഗ്രി. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ ഡൗട്ട് മീൻസ് നിങ്ങളെ കൺഫ്യൂഷൻ, ഡൗട്ട് ഉണ്ടാവില്ല ബട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പല കുട്ടികളും എന്നോട് പറഞ്ഞതും, അല്ലേ? ആ, ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇത് ഇത്തിരി ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ഈസി ആക്കി തരാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു കുഞ്ഞു സെഷൻ ഒന്ന് ചെയ്തത്. സോ ഇതൊന്നുകൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ച് കാണാവുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഇനിയും ഇതുപോലുള്ള എന്താ പറയുക, കൺഫ്യൂഷൻ കില്ലിംഗ് സെഷൻ, അതായത് കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സെഷൻസിൽ നമ്മൾ കാണും. അതിൻ്റെ കൂടെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഓൾ ഓഫ് യു.